നമസ്കാരം. അമിനാഷ് ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡ്രൈവിംഗ് അറിയുന്നവർക്കുള്ള വീഡിയോ അല്ല, ഡ്രൈവിംഗ് പുതുതായിട്ട് പഠിക്കാൻ പോകുന്നവർക്കും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിക്കാൻ അറിയാതെ നമ്മൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ വാഹനത്തിൽ കയറിയിരുന്ന പാട് വണ്ടി ന്യൂട്രൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ന്യൂട്രൽ അല്ലെങ്കിൽ നമ്മൾ സെന്ററിൽ കൊണ്ടുവച്ച് ന്യൂട്രൽ ആക്കണം. ന്യൂട്രൽ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അതിന് ക്ലച്ച് അമർത്തി പിടിച്ച് ന്യൂട്രൽ ആക്കുക. ന്യൂട്രൽ ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചാവി നമ്മൾ തിരിക്കുന്ന സമയത്ത് 3 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ ചാവി തിരിച്ചു കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തിരിച്ചു, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മളിതാ വീണ്ടും തിരിക്കുന്നു. അപ്പോൾ 3ാമത്തെ സ്റ്റെപ്പിലാണ് ഇതാ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാരിങ് എങ്ങനെ പിടിക്കണമെന്ന് വെച്ചാൽ നമ്മളിതാ ഈ 9-15 ഈ ഒരു പോയിന്റിലാണ് നമ്മൾ സ്റ്റാരിങ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റാരിങ് അത് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ നേരത്തെ റൈറ്റ് സൈഡിലെ കൈ സ്റ്റാരിങ്ങിന്റെ വലത് വശത്ത് ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിതാ ഈ വാഹനത്തിലെ ഗിയർ, ഫസ്റ്റ് ഗിയർ നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞു. ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഹാൻഡ് ബ്രേക്ക് നമ്മൾ താത്തി ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ നമ്മൾ ഈ ചവിട്ടി പിടിച്ചിരിക്കുന്ന ക്ലച്ചിനെ വളരെ പതുക്കെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വാഹനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ പാട്. ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞ വാഹനമാണ് എന്നുള്ള ചെറിയൊരു ഓർമ്മയിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആക്സിലേറ്ററിന്റെ മുകളിൽ നിന്ന് കാലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ക്ലച്ച് അമർത്തി പിടിക്കുന്നു. വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ മാറുന്നു. ഈ സെക്കൻഡ് ഗിയറിലേക്ക് മാറിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കെ ക്ലച്ചിനെ നമ്മൾ ഇതേപോലെ തന്നെ ഒഴിവാക്കുന്നു. ഒഴിവാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ചിനെ പൂർണ്ണമായും ഒഴിവാക്കിയതിനു ശേഷം നമ്മൾ ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുന്നു. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഉപയോഗിക്കുന്നു. വീണ്ടും നമ്മൾ ക്ലച്ച് അമർത്തുന്നു. തേർഡ് ഗിയറിലേക്ക് ചെറുതായിട്ടൊന്ന് റൈറ്റിലേക്ക് വൈഡ് ചെയ്യുന്നു. എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് വീണ്ടും ഇടുന്നു. വീണ്ടും ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ചിനെ പതുക്കെ ഒഴിവാക്കി കൊടുത്തതിന് ശേഷം ആക്സിലേറ്റർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ആ പ്രോസസ്സ് കറക്റ്റ് തന്നെയാണ്. വീണ്ടും നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് മാറുമ്പോൾ ആക്സിലേറ്ററിന് കാലെടുക്കുന്നു. വീണ്ടും ക്ലച്ച് ഫുൾ ആയിട്ട് അമർത്തുന്നു. അതുപോലെ ഫോർത്ത് ഗിയറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഫോർത്ത് ഗിയറിലെ വണ്ടി മൂവ് ചെയ്യുന്നു. ഈ സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് വാഹനം എവിടെയെങ്കിലും നിർത്തേണ്ട ഒരു സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ക്ലച്ചും ബ്രേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്ത് വാഹനം നിർത്തുന്നു. വാഹനം നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമുക്ക് മറ്റൊരു ഗിയറിലും വാഹനത്തിന് മുന്നോട്ട് പിന്നെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് വാഹനം ഇടുന്നു. വണ്ടി ഫുൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. അതെല്ലാം നമ്മൾ ജസ്റ്റ് ബ്രേക്കാണ് ചെയ്യുന്നത്. വാഹനം നിർത്തുന്നില്ലെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഗിയർ ഏതാണോ അതിന്റെ തൊട്ട് താഴെയുള്ള ഗിയറിലേക്ക് മൈനസ് ചെയ്ത് കൊടുക്കാം ഗിയർ. അപ്പൊ ഗിയർ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഗിയർ അപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സ് എന്താണോ, ആക്സിലേറ്ററിന് കാലെടുക്കുന്നു, ക്ലച്ച് പ്രസ് ചെയ്യുന്നു, ഗിയർ ചേഞ്ച് ചെയ്യുന്നു, ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുന്നു, ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്നത്. മുന്നോട്ട് എടുത്ത് കഴിഞ്ഞ് നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ബ്രേക്കും ക്ലച്ചിനെയും ഒരേപോലെ അമർത്തുന്നു. നമ്മൾ ഡയറക്റ്റ് വാഹനം എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റുന്നു. ഈ ഫസ്റ്റ് ഗിയറിൽ മാറിയിട്ട് മാത്രമേ നമുക്ക് പിന്നീട് അവിടെ നിർത്തിയ വാഹനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ട്രാഫിക് എന്ന് വരുന്ന സമയത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ നമുക്ക് അത്ര സ്പീഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റാരിങ് എപ്പോഴും നമ്മളുടെ ഇതേ ഒരു പൊസിഷനിലായിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ തിരിച്ച് നമ്മളെ കൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ അടിയിലേക്ക് കൊണ്ടുപോകരുത്. നമ്മളെ ഗിയർ സ്റ്റാരിങ് പൊസിഷൻ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാരിങ് പൊസിഷൻ യൂസ് ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ റൈറ്റ്, ഞാൻ ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നത്, വീണ്ടും റൈറ്റിലേക്ക് തിരിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ഇവിടെ നമ്മൾ സ്റ്റാരിങ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം, ശ്രദ്ധിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇതാണ് നമ്മളുടെ. പിന്നെ ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിയാനുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നമ്മൾ മിറർ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ നോക്കുന്നു. നമ്മുടെ വാഹനം റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ ഓടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ ഓടിച്ചു പോകുന്നുണ്ട്. ഇനി നമുക്ക് അതല്ല ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് ഇടുന്നു. വീണ്ടും നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ മിറർ ഗ്ലാസ്സിൽ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ വാഹനം മൂവ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ ആക്സിലേറ്റർ വളരെ കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. നല്ല എക്സ്പീരിയൻസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്, ആക്സിലേറ്റർ ഇല്ലാതെ തന്നെ ക്ലച്ചിൽ മാത്രം വാഹനം ഉരുട്ടിയെടുക്കേണ്ടതാണ്. പിന്നെ യു ടേൺ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതുപോലെ ഒരു വാഹനം ഫുൾ റൗണ്ട് ലോക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ ഫുൾ റൗണ്ട് നമ്മൾ ലോക്ക് ചെയ്യുന്നു. അതുപോലെ തിരിച്ച് നമ്മൾ ഇതേപോലെ തന്നെ 2 റൗണ്ട് സ്റ്റിയറിംഗ് സ്ട്രേറ്റ് ചെയ്യുമ്പോഴാണ് വണ്ടി നേരാവുന്നത്. അപ്പോൾ സ്ട്രേറ്റ് പൊസിഷൻ വീണ്ടുമായി. ഒന്നുകൂടെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. നമ്മൾ യു ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ലോക്ക് ചെയ്യുന്നു. സ്റ്റിയറിംഗ് ഫുൾ ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ മൂവ്മെന്റ് ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു,
വീണ്ടും വാഹനം നേരാക്കാൻ ശ്രമിക്കും. നമ്മൾ 2 റൗണ്ട്, അതായത് ഈ വലിയ റൗണ്ട് മുകളിലും ചെറിയ 2 റൗണ്ട് താഴെ. അപ്പോൾ ഈ ചെറിയ റൗണ്ട് ചില വാഹനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, ചിലതിന് 3 ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് സെയിം ആയിരിക്കും എല്ലാ വാഹനത്തിനും. അപ്പോൾ നമ്മളിന്ന് വണ്ടി നേരാക്കാൻ പോകണേ. ഈ 2 റൗണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം വലിയ റൗണ്ട് മുകൾ ഭാഗത്ത് 1, ഓക്കെ 2, ഇങ്ങനെ നമ്മൾ വണ്ടി സ്ട്രെയിറ്റ് ആവുന്നു. പിന്നെ നമ്മൾ നേരെ എടുക്കുന്നു. ഇതാണ് നമ്മൾ വണ്ടിയുടെ സ്റ്റയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനുള്ള ടിപ്സുകൾ. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണേ. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.